ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ രേവതിയെ ശരിക്കും അപമാനിച്ചു. കിട്ടിയ അവസരം ചന്ദ്രമതിയും അതുപോലെ മക്കളും കൂടി അങ്ങ് അറുമാദിക്കുകയും ചെയ്തു. ആ സമയത്ത് നമ്മുടെ രേവതിയാണെങ്കിൽ അച്ഛൻ്റെ മുന്നിൽ ദയനീയതയോടുകൂടി നോക്കി നിൽക്കുന്നു. മകളെ ഈ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ രവിയേട്ടനെ നെഞ്ചു പിടയുന്ന വേദനയോടെ അദ്ദേഹം ഇങ്ങനെ രേവതിയെ റൂമിലേക്ക് പറഞ്ഞു വിടുക. അപ്പോൾ രേവതി നേരം റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് നിലത്തും കട്ടിലുമായിട്ട് കിടക്കുന്ന സച്ചിയെയാണ്. ആ സച്ചിയെ കണ്ടപ്പോൾ അതിലേറെ വേദനയോടുകൂടി നമ്മുടെ രേവതി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ആ സമയത്തും അവൾ എന്നെ ചതിച്ചു, അവൾ എന്നോട് പറഞ്ഞില്ല, അവളത് ചെയ്തില്ല, അവളിത് ചെയ്തില്ല, എല്ലാവരുടെയും മുന്നിൽ ഞാൻ പട്ടിയായി, എൻ്റെ ഭാര്യയുടെ സ്വർണം കൊണ്ട് ചില പലിശക്കാരൻ ചോദിച്ചു, അങ്ങനെ ആ അബോധാവസ്ഥയിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം റൂമിൽ ചെന്നിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ കണ്ട് രേവതി ഇങ്ങനെ വേദനയോടെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുക. കാരണം രേവതിക്ക് വേറൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. കാരണം സച്ചി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലായി പോയതുകൊണ്ട് തന്നെ രേവതിക്ക് നനക്കാൻ കൂടി കഴിയണില്ല. രേവതി എന്നിട്ട് എങ്ങനെയൊക്കെയോ പണിപ്പെട്ട് സച്ചിയെ മുറിയിൽ അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ അങ്ങ് കിടത്തി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി അവിടെ കയറി അങ്ങ് ഇരുന്നിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോഴും രേവതി ഇങ്ങനെ കണ്ണുനീര് തോരാതെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ. കരഞ്ഞ് നിലവിളിച്ച് പാവ രേവതി നേരം വെളുത്ത് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് റൂമിൽ നിന്ന് പോയി. സച്ചിയാണെങ്കിലോ നല്ല ഉറക്കം. അങ്ങനെ ഉറങ്ങി കുറേ നേരം വെളുത്ത് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് സച്ചി എഴുന്നേക്കുന്നത്. സച്ചി എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ റൂമിൽ താൻ വന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ അതൊന്നും സച്ചിക്ക് ഓർമ്മയില്ല. ഞാൻ ഇന്നലെ ഇവിടെയാണോ വന്ന് കിടന്നത്, ഇന്നലെ എന്താ സംഭവിച്ചത്, ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ സച്ചി നിന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ രേവതി റൂമിലേക്ക് കയറി വരുന്നത്. രേവതി റൂമിലേക്ക് വന്നപ്പോൾ എന്താ സച്ചി അവിടെ നിൽക്കുന്നത് കണ്ടു. ഓ, എഴുന്നേറ്റോ, കലാപരിപാടികളൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സച്ചി ഇങ്ങനെ തിരിഞ്ഞു നോക്കുക. അപ്പോഴാണ് പെട്ടെന്ന് അതുവഴി നമ്മുടെ രവിയേട്ടൻ സച്ചിയോട് സംസാരിക്കാനായിട്ട് കയറി വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇവരുടെ ശബ്ദം റൂമിൽ നിന്ന് കേൾക്കുന്നത്. അപ്പോൾ സച്ചിയാണെങ്കിൽ രേവതിയോട് നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക. പിന്നെ ഞാൻ എങ്ങോട്ടാ പോകേണ്ടതെന്ന് രേവതി ചോദിച്ചു. നീ എതിലെങ്കിലും പോ. ഞാൻ എതിലെങ്കിലും പോകുന്നത് കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് എനിക്ക് ഇന്നലെ രാത്രി കൊണ്ട് മനസ്സിലായതാണെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ എന്തൊക്കെ ഇന്നലെ ഇവിടെ കാട്ടിക്കൂട്ടിയത് അങ്ങനെയൊക്കെ ചോദിച്ചു കേട്ടോ. അങ്ങനെ ഇതെല്ലാം ചോദിച്ച് രേവതി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒച്ചയെടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പം എന്നെ ഈ അവസ്ഥയിലാക്കിയതും പോരാ, എന്നിട്ട് നീ എന്താടി എന്നോട് ഒച്ചയ്ക്ക് സംസാരിക്കുന്നു, നിന്റെ ഒച്ച കേട്ടില്ലേ? അപ്പോൾ ഇതൊക്കെ അച്ഛൻ പുറത്തുനിന്ന് കേൾക്കും, അത് ഇവർ രണ്ടുപേരും കാണുന്നില്ല. അങ്ങനെ ഇവർ തമ്മിൽ വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിക്കും. എന്താ ഞാൻ സംസാരിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു. ഇന്നലെ നിങ്ങളിവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്ന് നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. നീ ഒറ്റയൊരു കാരണമല്ലേ അതൊക്കെ സംഭവിച്ചത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് നേരം എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഞാനത് മറച്ചു വെച്ചതെന്ന് നിങ്ങളോട് ഞാൻ തന്നെയും പിന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു. ഞാനത് മറച്ചു വെച്ചത് കൊണ്ട് നിങ്ങൾക്കൊരിക്കലും ഒരു ദോഷം ഉണ്ടായിട്ടില്ല, നന്മയേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ കാരണം എനിക്കുണ്ടാകുന്ന അഭിമാനക്കേട് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിച്ചു. ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ ഒന്നും അല്ലാതായി പോകുന്നത് ഞാനല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ സച്ചിക്കൊന്നും മിണ്ടാനില്ല. സച്ചി ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ രേവതിയെ കേട്ടുകൊണ്ട് നിൽക്കുക. നിങ്ങൾക്ക് ഈ കുടിയും കഴിഞ്ഞ് വന്ന് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കി എല്ലാവരുടെയും മുന്നിൽ എന്നെ അപമാനിച്ചിട്ട് അങ്ങ് ഇറങ്ങിപ്പോയാൽ മതി. പക്ഷേ എൻ്റെ അവസ്ഥ ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ഒരിക്കലും അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കാൻ കഴിയുന്ന ഒരാളല്ല ഞാനെന്നും പറഞ്ഞ് ഉള്ള കാര്യങ്ങൾ നമ്മുടെ രേവതി പറയാം. പിന്നെ എല്ലാവരുടെയും കുത്തുവാക്കുകൾ കേട്ട് ഞാനാണ് ഇവിടെ നേറിപ്പൊകയേണ്ടത്. ഇവരെല്ലാവരും പറയുന്നത് കേട്ട് എൻ്റെ അഭിമാനത്തിനാണ് വീണ്ടും വീണ്ടും ക്ഷതമേൽക്കുന്നത്. എൻ്റെ ഭർത്താവ് വീട്ടിൽ കള്ള് കുടിച്ച് കയറി വന്ന ഈ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവർക്കെല്ലാവർക്കും സന്തോഷമാണെന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ. ആ കൂട്ടത്തിൽ എന്നെ പറയാനുള്ളതെല്ലാം പറയും. എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ഒരിക്കലും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ തീരുമാനിച്ചിട്ടുമില്ല. പക്ഷേ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് എനിക്ക് എന്തെങ്കിലും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചേ. രേവതി ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾക്കും മറുപടി ഇല്ലാതെ നമ്മുടെ സച്ചി ഇങ്ങനെ തല കുനിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് കാണുന്നവരല്ല ഈ വീട്ടിലുള്ളവർ. നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ പേടിച്ച് നിൽക്കുമെങ്കിലും നിങ്ങൾ ഈ വീടിൻ്റെ പടി ഇറങ്ങി കഴിയുമ്പോൾ അതിൻ്റേതായ ഇത് മുഴുവനും ഇവിടെ അമ്മയും എല്ലാവരും എന്നോടാണ് തീർക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അങ്ങനെയുള്ളവരുടെ ആ മുന്നിൽ നിങ്ങളെന്നെ എത്രത്തോളം അപമാനിച്ചു. അവരുടെ എല്ലാവരുടെയും മുന്നിൽ ഉത്തരം മുട്ടി ഒരു കള്ളുകുടിയൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്നെ നിങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ. അതിന് മാത്രം എന്ത് ദ്രോഹമാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്? എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ആ ഒരു ഇതെല്ലാം ചോദിച്ച് നമ്മുടെ രേവതി കുറേ ഇങ്ങനെ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും ഒക്കെ സംസാരിച്ചു. ഇത്രയൊക്കെ സംസാരിച്ചിട്ട് ഇനിയെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് കുറച്ചെങ്കിലും ഒരു അഭിമാനത്തോടു കൂടി നിൽക്കാനൊരു അവസരം നിങ്ങൾ തരണം എന്നും പറഞ്ഞിട്ട് രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു. അച്ഛൻ വന്നപ്പോൾ രേവതി അച്ഛനെ കണ്ടിങ്ങനതായിട്ട് നിൽക്കുക.
ആ സമയം അച്ഛൻ സച്ചിയെ കണ്ടു, സച്ചി അച്ഛനെയും കണ്ടു. അച്ഛൻ്റെ മുന്നിൽ ഇങ്ങനെ തലയുയർത്തി പിടിച്ച് നിൽക്കാനുള്ള മടി കാരണം നമ്മുടെ സച്ചി പതുക്കെ അങ്ങ് നൈസായിട്ട് അങ്ങ് മുങ്ങാൻ പോയപ്പോഴേക്കും അച്ഛൻ മോനെ പിടിച്ചു നിർത്തി. നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു. ഇന്നലെ വരെ നീ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് നിന്നെ അനുസരിച്ച് നിന്ന രേവതി ഇന്ന് നിന്നോട് വളരെയേറെ സംസാരിക്കാൻ പഠിച്ചു. അവൾ നിന്നോട് ഇന്ന് ഒരുപാട് സംസാരിച്ചു. മോനെ, മറ്റൊരാളുടെ മുന്നിൽ അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ നമുക്ക് നിലയും വിലയും ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ പ്രവർത്തികൾ കൊണ്ടാണ്. നിന്റെ മനസ്സിൽ നീ മറ്റുള്ളവർക്ക് എന്ത് വിലയിട്ടിരിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അവളുടെ മനസ്സിൽ നിനക്കുള്ള വില അത് എത്രത്തോളമാണെന്ന് നിനക്കറിയാവോ? അവൾ ചോദിച്ചത് ശരിയല്ലേടാ? ഈ വീട്ടിൽ അവളെ മറ്റുള്ളവർ അപമാനിക്കാൻ നീയായിട്ടൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. ഇനി അതിൻ്റെ പേരിൽ ആ കുട്ടി എന്തെല്ലാം അനുഭവിക്കേണ്ടി വരുമെന്ന് നിനക്ക് ചിന്തിക്കാൻ കഴിയുമോ? ചന്ദ്രമതി അവളെ എത്രത്തോളം അപമാനിക്കുമെന്ന് നിനക്ക് ചിന്തിക്കാൻ കഴിയുമോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. ശ്രുതിയും സന്തോഷത്തോടെ അവിടെ നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ നീ നിൻ്റെ ഭാര്യ എന്താടാ ചെയ്തത്? അച്ഛൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അച്ഛൻ ചോദിച്ചതിനൊന്നും നമ്മുടെ സച്ചിക്ക് മറുപടിയില്ല. അവൾ ചെയ്തത് ഒരിക്കലും തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കില്ല, ഞാൻ പറയില്ല. നിൻ്റെ സ്വഭാവം അറിഞ്ഞ്, നിൻ്റെ എടുത്തുചാട്ടം അറിഞ്ഞ്, നിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് രേവതി മോൾ അത് മറച്ചു വെച്ചത്. അതൊരിക്കലും ഒരു തെറ്റല്ല. പക്ഷേ അവൾ നിൻ്റെ അഭിമാനത്തെ അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നീ അവളുടെ അഭിമാനത്തെയും മാനാഭിമാനത്തെയും നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളല്ലേടാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ആ കുട്ടി ഇതൊക്കെ എങ്ങനെ സഹിക്കുമെന്ന് ചോദിച്ചു. അച്ഛൻ ചോദിച്ചതിനൊന്നും മറുപടിയില്ലാതെ നമ്മുടെ സച്ചി ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ അച്ഛൻ പറയാനുള്ള സത്യങ്ങളും മുഴുവനും മകൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയുന്നു. ഈ സമയത്ത് കാറ് കമ്പനിയിൽ ജോലിക്ക് പോയ നമ്മുടെ ശ്രുതി അവിടുന്ന് ഒരു കാറും എടുത്തുകൊണ്ട് നേരെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ മീര വന്നിട്ടുണ്ട്. മീര വന്ന് ശ്രുതിയായിട്ട് സംസാരിക്കുക. അപ്പോൾ നവീൻ്റെ അരികിൽ പോയതിനെ പറ്റിയും അതുപോലെ നവീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റിയൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ നവീൻ തിരിച്ചു വരുന്നത് വരെ നീ ഇനി ഒന്നിനെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട. അപ്പോൾ മീരയെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനോടുകൂടി ശ്രുതി സംസാരിച്ചു. നവീൻ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് നീ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേ വേണ്ട. ഈ ലോകത്ത് നിന്നെ ചതിക്കാൻ അല്ലെങ്കിൽ നിനക്ക് പാര പണിയാൻ ഒരേ ഒരാളേ ഉള്ളൂ, അത് നവീനാണ്. അത് നവീൻ ഇപ്പോഴും കോമയിൽ തന്നെയാണെന്നും നവീന് യാതൊരു കുഴപ്പങ്ങളുമില്ല. നവീൻ ഉടനെ ഒന്നും എഴുന്നേറ്റ് വരില്ല. അതുവരെ നീ ജോളിയായിട്ട് അടിച്ചു പൊളിച്ചങ്ങ് ഇവരുടെ ഒപ്പം ജീവിക്കാനായിട്ട് പറഞ്ഞു. പിന്നെ വീട്ടിലെ വിശേഷമൊക്കെ ചോദിച്ചു. ഇവരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ആ സമയത്താണ് സുധി ഇവരുടെ ബ്യൂട്ടി പാർലറിലേക്ക് കടന്നു വരുന്നത്. ബ്യൂട്ടി പാർലറിലേക്ക് വരുന്നു. ആഹാ, സുധി എന്താ ഇവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ജോലിയും പോയോ എന്ന് നമ്മുടെ മീര ചോദിച്ചപ്പോൾ ജോലി പോയിട്ടൊന്നുമില്ല, ഞാൻ ഇടയ്ക്ക് എൻ്റെ ഭാര്യയെ കാണാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണേ. എന്നിട്ട് താനിങ്ങ് വന്നേ, ഒരു കാര്യമുണ്ടെന്ന് ശ്രുതി പറയുമ്പോൾ ശ്രുതി പറഞ്ഞു, അയ്യോ ശ്രുതി, അങ്ങനെയൊന്നും വരാൻ പറ്റില്ല, ഇവിടെ കസ്റ്റമേഴ്സ് ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അതൊക്കെ സാരല്ല, ഇവിടെയുള്ള വേറെ ആരെങ്കിലും ഏൽപ്പിക്കുക, എന്നിട്ട് നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ, വാ ശ്രുതി വാ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് വിളിക്കുന്നു. ആ സമയത്ത് അങ്ങനെ വരാൻ പറ്റില്ല, എന്താ ഇത്, നീ ജോലിക്ക് പോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതിയോട് നിർബന്ധിക്കുകയാണ് ശ്രുതി. അപ്പോൾ അതൊന്നും പറ്റത്തില്ല, വന്നേ പറ്റൂ, ഒരു വലിയ സർപ്രൈസ് ഉണ്ട്, പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇവളെ ഏൽപ്പിക്കല്ല എന്ന് പറഞ്ഞു. എന്നെ ഏൽപ്പിക്കാനോ? അമ്പടാ, ഞാനേ ബ്യൂട്ടീഷ്യനൊന്നും അല്ല, ഞാൻ IT മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. അതെന്താ, IT മേഖലയിലുള്ളവർക്ക് ഈ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ, അറിയാവുന്ന പോലെയൊക്കെ ചെയ്താൽ മതി, ഇങ്ങ് വാന്നും പറഞ്ഞുകൊണ്ട് മീരയെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ ശ്രുതിയെ പിടിച്ചു വലിച്ച് അങ്ങ് കൊണ്ടുപോകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങ് പോയി കഴിഞ്ഞപ്പം ചിരിച്ചുകൊണ്ട് മീര ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വലിയൊരു വില കൂടിയ കാറൊക്കെ എടുത്ത് ആശ നല്ല കറങ്ങി അടിച്ചിങ്ങനെ വരുമായിരുന്നു ഭാര്യ. അപ്പോൾ ഇതെന്താ, വണ്ടി കണ്ടപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു, ഇതെന്താ ശ്രുതി, ആഹാ ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയല്ലോ, താൻ വാടോ, എന്തായാലും ഇത് കമ്പനിയിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടിയ അവസരം മുതലെടുക്കാൻ വേണ്ടിയിട്ട് ആശാൻ എന്ത് ചെയ്തു, ശ്രുതിയെ ഇതിനകത്ത് വലിച്ച് കയറ്റി രണ്ടെണ്ണങ്ങളും കൂടെ പോവുക. എങ്ങനെയുണ്ട് കാറ്, അടിപൊളിയല്ലേന്ന് ചോദിച്ചപ്പം സൂപ്പറാ ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ വണ്ടിയിൽ ടൗൺ മുഴുവൻ കറങ്ങുന്നു. അങ്ങനെ കാറിനെക്കുറിച്ചും അതുപോലെ ജോലിയെക്കുറിച്ചും അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരിടത്ത് കൊണ്ടുപോയി ഒരു ഇളനീരൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ വണ്ടിയൊക്കെ നിർത്തി സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രുതി ഈ വണ്ടിയെ പറ്റി, ഈ കാറിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു ജോലിയെ പറ്റി ഒക്കെ ശ്രുതിയോട് ചോദിക്കാം. അപ്പോഴേക്കും ശ്രുതിക്ക് തീരെ താല്പര്യമില്ല, വലിയ മെനക്കെട്ട പണിയാണ്, മുഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ ജോലി നല്ല ജോലിയല്ലേ, നിനക്ക് ഇതിൽ കൂടുതൽ സാലറി കിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രുതി ഇങ്ങനെ പറയുമ്പോഴും മുഷിച്ചിലാണെന്നും ഒരു വക സുഖമില്ലാത്ത ജോലിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുക. അപ്പോഴേക്കും തൽക്കാലം നീ ഇപ്പം ഇതിന് പോ, വേറൊരു ജോലി കിട്ടുന്നത് വരെ ഈ ഒരു
കമ്പനിയിൽ തന്നെ നീ തുടരാനൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ മീരയും അതുപോലെ നമ്മുടെ ശ്രുതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവർ തമ്മിൽ പറഞ്ഞ കൂട്ടത്തിൽ ഇന്നലെ വീട്ടിൽ നടന്ന പ്രശ്നത്തെ പറ്റിയും മീരയും ഇവരും തമ്മിൽ സംസാരിച്ചു. അപ്പോൾ ചെറിയൊരു കാര്യം രേവതി മറച്ചു വെച്ചതിന് അനിയൻ ഇങ്ങനെ പ്രതികരിക്കുമെങ്കിൽ നീയും ഒളിച്ചു വെച്ച കാര്യം ഇവരെങ്ങാനും അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നതിനെ പറ്റിയൊക്കെ ആ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞത് ഈ നിമിഷം നമ്മുടെ ശ്രുതി ഇങ്ങനെ ഓർക്കുക. അപ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. താനെന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. എന്തായാലും ഭാര്യയെ വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പോയ സ്ഥലത്ത് നിന്ന് വില കൂടിയ കോടികൾ വിലമതിക്കുന്ന ഒരു കാറും പൊക്കിക്കൊണ്ടാണ് നമ്മുടെ ശ്രുതി വരുന്നത്. ചന്ദ്രമതിക്ക് ഇതൊക്കെ നല്ല ക്ഷീണം തട്ടും, ഉറപ്പാണ്. എങ്ങനെയൊക്കെ രേവതി അവിടെ മാനസികമായിട്ട് ചന്ദ്രമതി വേദനിപ്പിക്കുന്നു അതിൻ്റെ എല്ലാം ഇരട്ടി പണിയായിട്ട് ചന്ദ്രമതിക്ക് മൂത്ത മോൻ എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കും. ഇനിയിപ്പോൾ കാറ് മോഷണത്തിന് രണ്ടുപേരും കൂടെ അകത്ത് കിടക്കേണ്ട ഒരു അവസ്ഥ വരെ വരും. അതേ രീതിയിലാണ് കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക്. ആർഭാടത്തിനും അഹങ്കാരത്തിനും അല്ലെങ്കിൽ പൊങ്ങച്ചത്തിനും ഒന്നും ഒരു കുറവും കാണിക്കാത്ത നമ്മുടെ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ആർക്കെന്തായാലും എന്താ, ആരെന്ത് വിചാരിച്ചാലും എന്താ, ഇതൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇക്കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്തായാലും ചന്ദ്രമതിക്കുള്ളത് പുറകെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. ഇന്ന് വരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സപ്പോർട്ടുകളെല്ലാം ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുകയാണ്. താങ്ക് യു. സി അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.